നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SIയെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ഒന്നാം പ്രതിയെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അതിസാഹസികമായി പിടികൂടി. വെളിയങ്കോട് SI പടി കൊളത്തേരി വീട്ടിൽ സാദിഖിനെയാണ് ചാവക്കാട് സ്റ്റേഷനിലെ സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ ഹംദ്, റജിത്ത് എന്നിവർ ചേർന്ന് പിടികൂടിയത്. കടൽ മണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ തീരദേശ ഹർത്താൽ പൂർണ്ണം. മത്സ്യത്തൊഴിൽ മേഖലയിലും അനുബന്ധ മേഖലകളിലും പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരം വെള്ളിയാഴ്ച ഒരുക്കങ്ങൾ പൂർത്തിയായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ തലയെടുപ്പുള്ള 38 ഗജവീരന്മാർ അണിനിരക്കും. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. ചൂണ്ടൽ വെട്ടുകാട് മേഖലയിൽ കേരള വിഷൻ CCTV കേബിളുകൾ വ്യാപകമായി പൊട്ടി. ഒരാഴ്ചക്കിടെ മേഖലയിൽ കേബിൾ പൊട്ടി. ഇന്റർനെറ്റ്, കേബിൾ TV സർവീസുകൾ തകരാറിലാകുന്നത് രണ്ടാം തവണ. ചാവക്കാട് മണത്തലായിനിപ്പുള്ളിയിൽ കട കുത്തിപ്പൊളിച്ച മോഷണ ശ്രമം. കാണങ്കോട്ട് സ്കൂളിന് സമീപത്തുള്ള ഫുഡ് പ്ലാസ എന്ന ഹോട്ടലിലാണ് കവർച്ചാശ്രമം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിശദമായ വാർത്തയിലേക്ക്. SIയെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ഒന്നാം പ്രതിയെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അതിസാഹസികമായി പിടികൂടി. ദൃശ്യങ്ങൾ CCTVക്ക് ലഭിച്ചു. പൊന്നാനിയിൽ MDMA കാറിൽ കടത്തിക്കൊണ്ടുവരുന്നതിനിടെ പിടികൂടാൻ ശ്രമിക്കവേ SIയെ കാറിടിച്ചു പരിക്കേൽപ്പിച്ചു രക്ഷപ്പെട്ട കേസിലെ പ്രതിയായ വെളിയങ്കോട് SI പടി കൊളത്തേരി വീട്ടിൽ സാദിഖിനെയാണ് ചാവക്കാട് സ്റ്റേഷനിലെ സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ ഹംദ്, റജിത്ത് എന്നിവർ ചേർന്ന് ഹയാത്ത് ആശുപത്രിയിൽ നിന്നും മൽപ്പിടുത്തത്തിലൂടെ പിടികൂടിയത്. പ്രതി ആശുപത്രിയിലെത്തിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സിവിൽ വേഷത്തിലാണ് 2 പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയത്. പോലീസ് പ്രതിയെ കണ്ടെത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെ കുതറിമാറി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ പോലീസ് ശക്തമായി ചെറുത്തുനിന്ന് പ്രതിയെ സ്റ്റേഷനിലെത്തിച്ചു. സംഭവം നടന്ന ഡിസംബർ 10 ശേഷം ഒളിവിൽ പോയ സാദിഖിനെ നിരന്തര നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ചാവക്കാട് നിന്നും അറസ്റ്റ് ചെയ്തത്. SI അരുൺ RU, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജ്ജുകുമാർ, നാസർ, പ്രശാന്ത് കുമാർ S എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ചാവക്കാട് മണത്തല ഐനിപ്പുള്ളിയിൽ കട കുത്തിപ്പൊളിച്ച മോഷണ ശ്രമം. കാണങ്കോട്ട് സ്കൂളിന് സമീപത്തുള്ള ഫുഡ് പ്ലാസ എന്ന ഹോട്ടലിലാണ് കവർച്ചാ ശ്രമം നടന്നത്. വ്യാഴാഴ്ച പുലർച്ചെ സ്ഥാപനം തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. ഷട്ടർ പകുതി തുറന്നിട്ടും പൂട്ടുപൊളിച്ച് പുറത്തിട്ടിരിക്കുന്ന സ്ഥിതിയായിരുന്നു. കൂടാതെ മേശയിൽ പണം സൂക്ഷിക്കുന്ന ഭാഗം തുറന്ന് വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. ചില്ലറകൾ മോഷണം പോയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന പാൽ, വെള്ളം, ജ്യൂസ് തുടങ്ങിയവയെല്ലാം എടുത്ത് പുറത്ത് വലിച്ചു വാരിയിട്ട നിലയിലാണ്. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. കടൽ മണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ തീരദേശ ഹർത്താൽ പൂർണ്ണം. മത്സ്യത്തൊഴിൽ മേഖലയിലും അനുബന്ധ മേഖലകളിലും പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു. ബുധനാഴ്ച രാത്രി 12-നാണ് ഹർത്താൽ ആരംഭിച്ചത്. മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താലിന് LDF, UDF മുന്നണികൾക്കൊപ്പം ലത്തീൻ രൂപതകളും ധീവര സഭയും തീരദേശത്തെ വിവിധ മുസ്ലിം ജമാഅത്തുകളും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയില്ല. മത്സ്യബന്ധന തുറമുഖങ്ങൾ, ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, മത്സ്യചന്തകൾ എന്നിവയുടെ പ്രവർത്തനം നിശ്ചലമായിരുന്നു. പ്രധാന കവലകളിലും മറ്റും മത്സ്യവ്യാപാരം ഉണ്ടായിരുന്നില്ല. ഇരുചക്രവാഹനങ്ങളിലും മത്സ്യവിൽപ്പന ഉണ്ടായിരുന്നില്ല. എന്നാൽ നിർബന്ധിച്ച കടകൾ അടപ്പിക്കുകയോ വാഹനങ്ങൾ തടയുകയോ ചെയ്തില്ല. പ്രതിഷേധക്കാർ വിവിധയിടങ്ങളിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടത്തി. തീരദേശ ഹർത്താലിന്റെ ഭാഗമായി ചാവക്കാട് മേഖല ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. മുല്ലത്തറ സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ IK വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, മത്സ്യത്തൊഴിലാളികളുടെ വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ PA ഷാഹുൽ ഹമീദ്, സതീന്ദ്രൻ, MK ഷംസുദ്ദീൻ, VA ഷംസുദ്ദീൻ, KM അലി, ഹംസക്കുട്ടി മന്ദലാങ്കുന്ന്, സെയ്ദ് മുഹമ്മദ്, ചക്കര വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. KS അനിൽകുമാർ സ്വാഗതവും PK കബീർ നന്ദിയും പറഞ്ഞു.
ആംബുലൻസും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രിക മരിച്ചു. ഗുരുവായൂർ കിഴക്കേനട മാവിൻചുവട് ജംഗ്ഷന് സമീപം ഇന്നലെ വൈകിട്ട് 6:30യോടെയായിരുന്നു അപകടം. കേച്ചേരി ചിറനല്ലൂർ കോഴിശ്ശേരി 48 വയസ്സുള്ള ലക്ഷ്മിയാണ് മരിച്ചത്. കൈപ്പറമ്പ് പെട്രോൾ പമ്പിൽ ജീവനക്കാരിയായ ലക്ഷ്മി ഗുരുവായൂരിലേക്ക് പാർട്ട് ടൈം ജോലിക്കായി പോകുമ്പോഴായിരുന്നു അപകടം. രോഗിയുമായി തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കോട്ടപ്പുറം ലാസിയോ ആംബുലൻസുമായാണ് കൂട്ടിയിടിച്ചത്. ഗുരുതര പരിക്കേറ്റ ലക്ഷ്മിയെ ആക്സ് ആംബുലൻസിൽ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രി 10 മണിയോടെ മരണം സംഭവിച്ചു. കാർത്തികേയൻ ഭർത്താവും പ്രവീൺ പ്രിയ എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരം വെള്ളിയാഴ്ച ഒരുക്കങ്ങൾ പൂർത്തിയായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ തലയെടുപ്പുള്ള 38 ഗജവീരന്മാർ അണിനിരക്കും. പൂരാഘോഷം CCTV പ്രാദേശിക ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. പിന്നെ ഡോമ കെയറിൻ്റെ ഒരു 20 പേരും അതുകൂടാതെ ഡോമ കെയറിൻ്റെ ട്രാഫിക് സെക്ഷനിൽ ഒരു 50 പേരും, അങ്ങനെ മൊത്തം 80, 200 പോലീസുകാരും ഈ ഡോമ കെയറിൻ്റെ ആൾക്കാരും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഫയർ ഫോഴ്സിൻ്റെ ആൾക്കാർ, ഫയർ സേഫ്റ്റി ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് അവിടെ വരുന്നത് ഈ വരവാണ്. വരവ് നമ്മൾ പിന്നെ 6:30 മുതൽ 7:30 വരെയാണ് കൂട്ടിയെഴുന്നള്ളിപ്പ്. അതിന് പ്രധാനപ്പെട്ട കേരളത്തിലെ എല്ലാവിധ വലിയ ഗജവീരന്മാരും പങ്കെടുക്കുന്ന ഉത്സവമാണ് ചാലിശ്ശേരി ശ്രീ മുലയമ്പറമ്പത്ത് ക്ഷേത്രം. ദേവസ്വമക 5 ആനകളും ഉപകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 33 ആനകളും എഴുന്നള്ളിപ്പിനെത്തും. തലയെടുപ്പുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ചെർപ്പുളശ്ശേരി രാജശേഖരൻ, ചിറക്കൽ കാളിദാസൻ, പുതുപ്പള്ളി കേശവൻ തുടങ്ങിയ ഗജവീരന്മാർ ഉത്സവത്തിന് കൊഴുപ്പ് പകരും. വൈകുന്നേരം 6:30 മുതൽ 7:30 വരെ കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടാകും. 96-98 ദേശങ്ങളാണ് സാധാരണ. 96-98 എന്നുള്ള ഒരു രൂപത്തിലാണ്. അത്ര ദേശങ്ങളുടെ തട്ടകത്തമ്മയായിട്ടാണ് മുല്ലയമ്പറമ്പത്തമ്മ വാണാരുള്ളുന്നത് എന്നതാണ് സങ്കല്പം. അതുപോലെ തന്നെ 3 ജില്ലകളിൽ നിന്നും ആയിട്ടുള്ള എഴുന്നള്ളിപ്പുകൾ ഈ ചാലിശ്ശേരിയിൽ എത്തിപ്പെടാറുണ്ട്. അത് കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിരിക്കും ഇങ്ങനെ 3 ജില്ലകളിൽ നിന്നും ഒരു സ്ഥലത്തേക്ക്, ഒരു ക്ഷേത്രത്തിലേക്ക് ഈ ഉത്സവം, പ്രാദേശിക ഉത്സവാഘോഷ കമ്മിറ്റിക്കാരുടെ പരിപാടികൾ എത്തിച്ചേരുക എന്നുള്ളത് വളരെ അപൂർവമായിരിക്കും. മേളപ്രമാണി ചേരനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ ഗംഭീരമേളവും അരങ്ങേറും. തെയ്യം, തിറ, കരിങ്കാളി, ചോഴി, പൂതൻ, കരിവേഷങ്ങൾ, ശിങ്കാരിമേളം, തപ്പുമേളം തുടങ്ങിയ നാടൻ കലകളും പരമ്പരാഗത വേലകളും അണിനിരക്കും. പൂരത്തിന്റെ ഭാഗമായി 27-ന് വ്യാഴാഴ്ച പ്രസിദ്ധമായ പതിരുവാണിഭം നടക്കും. മത്സ്യവാണിഭത്തിന് പുറമെ കാർഷികോൽപ്പന്നങ്ങളും ഉപകരണങ്ങളും മൺപാത്രങ്ങളും വാണിഭത്തിൽ ഇടം പിടിക്കും. വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള മുത്തുമാലകൾ, കളിക്കോപ്പുകൾ, പാത്രങ്ങൾ എന്നിവ മുതൽ കൊട്ട, വട്ടി, ചക്ക, മാങ്ങ, ചൂൽ വരെയുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കെത്തും. സുരക്ഷയുടെ ഭാഗമായി CCTV നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൂരനഗരി ഉൾപ്പെടെ 7 കിലോമീറ്റർ പ്രദേശം 3.5 കോടി രൂപയ്ക്ക് ഇൻഷുർ ചെയ്തതായി കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. 200-ലേറെ പോലീസ് സേനയും 20-ലേറെ ട്രോമ കെയർ അംഗങ്ങളും ഫയർ യൂണിറ്റുകളും എലിഫന്റ് സ്ക്വാഡും ഫസ്റ്റ് എയ്ഡ് വിഭാഗവും സ്ഥലത്തുണ്ടാകും. ഭാരവാഹികളായ KK മുരളി, CK സുഷി, PP രതീഷ് മോൻ, KK സുബീഷ്, പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൂടുതൽ ആളുകൾ എത്തുക മാത്രമല്ല, കാർഷിക മേഖലയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ കർഷകർ കൊടുന്നു വിൽക്കുകയും അതുപോലെ തന്നെ കാർഷിക ഉപകരണങ്ങൾ കർഷകർക്ക് കിട്ടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ കാലത്തെ നാട്ടുചന്തകളെ അനുസ്മരിക്കുന്ന പല ഒരുവിധമുള്ള സാധനങ്ങൾ, ചന്ത എന്ന സ്ഥിതിയിൽ എല്ലാവിധ സാധനങ്ങളും ലഭിക്കുന്ന ഒരു വാണിഭമാണ്. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരാഘോഷത്തിന്റെ ഭാഗമായി കരിപ്പാലീസ് ന്യൂ ലൈറ്റ് കമ്മിറ്റി ഒരുക്കിയ 4 കിലോമീറ്റർ വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടന്നു. പടിഞ്ഞാറെ പള്ളിക്ക് സമീപം നടന്ന ചടങ്ങിൽ കൊട്ടാരത്തിൽ അപ്പുണ്ണി, മുതിരപ്പറമ്പത്ത് കുട്ടിക്കൃഷ്ണൻ, ഷിജിത്ത്, കണ്ടരാമത്ത് പുഞ്ചയിൽ ഷാജു, ലൈറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ശശി കരിപ്പാലി എന്നിവർ ചേർന്ന് ദീപാലങ്കാരം സ്വിച്ച് ഓൺ ചെയ്തു. മുക്കൂട്ടം മുതൽ മെയിൻ റോഡ് സെന്റർ വരെയും അങ്ങാടി കല്ലുംപുറം റോഡ് മുതൽ അറക്കൽ സെന്റർ വരെയും റോഡിന് ഇരുവശവും വൈവിധ്യമാർന്ന ഡിസൈനുകളും തിളങ്ങുന്ന LED ദീപാലങ്കാരങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത്. പലയിടങ്ങളിൽ ദേവിമാരുടെ LED ചിത്രങ്ങളും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാൻ പാതയിലെ മരങ്ങളിലും വിവിധ നിറത്തിലുള്ള ലൈറ്റുകൾ, സെൽഫി പോയിന്റുകൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. നാട്ടിലെ ജീവകാരുണ്യ രംഗത്തും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമാണ് കരിപ്പാലീസ് ന്യൂ ലൈറ്റ് കമ്മിറ്റി.
ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരമഹോത്സവം വെള്ളിയാഴ്ച ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മുതൽ രാത്രി 10 വരെ കുന്നംകുളം, ഗുരുവായൂർ, പെരുമ്പിലാവ് ഭാഗങ്ങളിൽ നിന്നും പാലക്കാട്ടേക്കുള്ള വാഹനങ്ങൾ ഒറ്റപ്പിലാവ്, കോതച്ചിറ, പെരിങ്ങോട് റോഡിലൂടെ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് വഴി തിരിഞ്ഞു പോകണം. പട്ടാമ്പിയിൽ നിന്ന് കുന്നംകുളത്തേക്കുള്ള വാഹനങ്ങൾ കൂറ്റനാട് ബസ് സ്റ്റാൻഡ്, പെരിങ്ങോട്, കോതച്ചിറ, ഒറ്റപ്പിലാവ് വഴി പോകണം. ചങ്ങരംകുളത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കോക്കൂരിൽ നിന്നും തിരിഞ്ഞു പോകണമെന്നും ചാലിശ്ശേരി പോലീസ് അറിയിച്ചു. ചൂണ്ടൽ വെട്ടുകാട് മേഖലയിൽ കേരള വിഷൻ CCTV കേബിളുകൾ വ്യാപകമായി പൊട്ടി. ഒരാഴ്ചക്കിടെ മേഖലയിൽ കേബിൾ പൊട്ടി. ഇന്റർനെറ്റ്, കേബിൾ TV സർവീസുകൾ തകരാറിലാകുന്നത് 2ാം തവണ. തൃശൂർ കുന്നംകുളം പാതയിൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ ആളൂർ വെട്ടുകാട് ചൂണ്ടൽ മേഖലയിലൂടെയാണ് കടന്നുപോകുന്നത്. കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ വീതി കുറഞ്ഞ റോഡിലൂടെ കടന്നുപോകുന്നതിന്റെ ഭാഗമായാണ് കേബിളുകൾ വ്യാപകമായി പൊട്ടിയിരിക്കുന്നത്. തൃശൂർ കുന്നംകുളം പാത നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനാൽ വാഹനങ്ങൾ കേച്ചേരിയിൽ നിന്ന് ആളൂർ, മറ്റം, കൂനമൂച്ചി വഴി തിരിഞ്ഞു പോകുന്നതിനാണ് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ ആളൂർ സെന്ററിൽ നിന്ന് വെട്ടുകാട് ചൂണ്ടൽ വഴിയാണ് വാഹനങ്ങളിലേറെയും കടന്നുപോകുന്നത്. പ്രധാന റോഡുകളുടെ വീതിയില്ലാത്ത ഈ റോഡിലൂടെ കണ്ടെയ്നർ ലോറികൾ പോലെയുള്ള വലിയ വാഹനങ്ങൾ കടന്നുപോകുന്നതാണ് നിരന്തരമായി കേബിളുകൾ പൊട്ടുന്നതിന് കാരണമാകുന്നത്. എല്ലാ ദിവസവും കേബിളുകൾ പൊട്ടുന്നതുമൂലം കേബിൾ ഓപ്പറേറ്റർമാരും തൊഴിലാളികളും ദുരിതത്തിലായിരിക്കുകയാണ്. ഇതിനോടൊപ്പം ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെടുന്നതിനാൽ ഉപഭോക്താക്കളും വലയുകയാണ്. ഒരു സ്ഥലത്ത് അറ്റകുറ്റപ്പണി നടത്തി പ്രശ്നപരിഹാരം കാണുമ്പോഴേക്കും അടുത്ത സ്ഥലത്ത് കേബിൾ പൊട്ടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. കേരള വിഷന്റേതു പുറമെ സ്വകാര്യ കമ്പനിയുടെ കേബിളും KSEB ലൈനുകളും പൊട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ആളൂർ വെട്ടുകാട് റോഡിലൂടെ കടന്നുപോയ കണ്ടെയ്നർ ലോറിയിൽ തട്ടിയാണ് റോഡിന്റെ വശങ്ങളിലായി സ്ഥാപിച്ച കേബിളുകൾ വ്യാപകമായി നശിച്ചിട്ടുള്ളത്. ദ്രുതഗതിയിൽ അറ്റകുറ്റപ്പണി നടത്താൻ കേബിൾ ഓപ്പറേറ്റർമാരും തൊഴിലാളികളും സജീവമായി രംഗത്തുണ്ടെങ്കിലും അടിക്കടി കേബിളുകൾ പൊട്ടുന്നത് കേബിൾ ഓപ്പറേറ്റർമാരെയും തൊഴിലാളികളെയും ഒപ്പം ഉപഭോക്താക്കളെയും ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ മുൻപ് നിശ്ചയിച്ച മാർഗനിർദ്ദേശം നടപ്പിലാക്കുന്നതിന് പോലീസ് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നാണ് കേബിൾ ഓപ്പറേറ്റർമാരുടെ ആവശ്യം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ വടക്കാഞ്ചേരിയിൽ നടന്നു. സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ജില്ലാ, സംസ്ഥാന നേതാക്കൾ സംസാരിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, ഗുരുവായൂർ മേഖലകളിലുള്ളവരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ലക്ഷങ്ങൾ ചെലവഴിച്ച് താൽക്കാലികമായി നിർമ്മിച്ച ബണ്ട് തകർന്നു. വ്യാഴാഴ്ച പുലർച്ചെയാണ് ബണ്ട് തകർന്നത്. ഇതോടെ റെഗുലേറ്ററിന്റെ നിർമ്മാണം പ്രതിസന്ധിയിലായി. റെഗുലേറ്ററിന്റെ പടിഞ്ഞാറു ഭാഗത്തായാണ് ബണ്ട് നിർമ്മിച്ചിരുന്നത്. പുലർച്ചെ 1 മണിയോടെ ശക്തമായ വേലിയേറ്റത്തെ തുടർന്നായിരുന്നു സംഭവം. റെഗുലേറ്ററിന്റെ അടിയിൽ നിന്നും ചെളിയും മണ്ണും നീക്കാൻ ഉപയോഗിച്ചിരുന്ന മണ്ണുമാന്തി യന്ത്രവും വെള്ളത്തിന്റെ അടിയിലായി. കോൺക്രീറ്റ് മിക്സിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള അനുബന്ധ ഉപകരണങ്ങളും വെള്ളത്തിനടിയിലാണ്. 2 ആഴ്ച മുമ്പാണ് റെഗുലേറ്ററിന്റെ അടിയിലുള്ള മുഴുവൻ വെള്ളവും വറ്റിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അടിഭാഗം ആഴം കൂട്ടി ചെളി നീക്കി കോൺക്രീറ്റിംഗ് നടത്തി. ബലപ്പെടുത്തുന്നതിനു വേണ്ടി 35 മീറ്റർ നീളത്തിലുള്ള കോൺക്രീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അനുബന്ധമായ കോൺക്രീറ്റിംഗും മറ്റു പ്രവൃത്തികളും തുടങ്ങാനിരിക്കവെയാണ് ബണ്ട് തകർന്ന് പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. താൽക്കാലികമായി ബണ്ട് നിർമ്മിക്കുമ്പോൾ ഇതിലെ അശാസ്ത്രീയതയെക്കുറിച്ച് നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഷെരീഫ് ചിറക്കൽ പറഞ്ഞു. ഈ ബണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ആളുകൾ പറഞ്ഞിരുന്നു ഇവിടെ കുറച്ചും കൂടി അത് സ്ട്രോങ്ങിൽ വേണം, കാരണം അല്ലെങ്കിൽ ബണ്ട് പൊട്ടാൻ, കാരണം വെള്ളത്തിൻ്റെ വാറ് വരുമ്പോൾ അത് മിക്കവാറും അത് പൊട്ടാൻ സാധ്യതയുണ്ടെന്ന ഇതിൻ്റെ പ്രവർത്തനത്തിൽ തുടക്കത്തിൽ തന്നെ ഇവിടെയുള്ള ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതൊന്നും വകവെക്കാതെയാണ് അവിടുത്തെ വർക്കർമാർ ഇത് ചെയ്തത്. ഇപ്പം ഉണ്ടായ സംഭവം ഇന്നലെ പണിക്കാരുണ്ടെങ്കിൽ തീർച്ചയായും പിന്നെ അവിടെ നമുക്ക് അപകടം, ജീവൻ തന്നെ പോകുമായിരുന്ന അവസ്ഥയായിരുന്നു. ഇപ്പം നമുക്കറിയാം JCB ഒക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ കണ്ടിരുന്നു. അത്രയും താഴ്ചയുള്ള ഒരു സ്ഥലമാണിത്. മുരളി പെരുന്നെല്ലി MLAയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തിയിരുന്നു. ഏപ്രിൽ അവസാനത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യം മറികടക്കാൻ ഇനിയും ആഴ്ചകളോളം വേണ്ടിവരും. കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ നിർമ്മാണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കെയാണ് ബണ്ട് തകർച്ച ഉണ്ടായത്.
ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാറിന് തുടക്കമായി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ദേശീയ സെമിനാറിന്റെ ഉദ്ഘാടനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മലയാളം വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി സോമനാഥൻ നിർവഹിച്ചു. കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ PS വിജോയ് അധ്യക്ഷനായി. IQAC കോർഡിനേറ്റർ VN ശ്രീജ, മലയാള വിഭാഗം മേധാവി ഡോക്ടർ AM റീന, സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ ലക്ഷ്മി ശങ്കർ, സെമിനാർ കോർഡിനേറ്റർ ഡോക്ടർ KS മിഥുൻ, മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ E ശ്രീലത എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വ്യക്തി സ്ഥല നാമ പഠനത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ദേശീയ സെമിനാറിന്റെ ആദ്യ ദിനത്തിൽ 4 സെഷനുകളിലായി 24 പേർ പ്രബന്ധാവതരണങ്ങൾ നടത്തി. സെമിനാറിന്റെ രണ്ടാം ദിനമായ വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ 12 വരെ നടക്കുന്ന സെഷനിൽ 5 പേരും ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ നടക്കുന്ന സെഷനിൽ 6 പേരും പ്രബന്ധം അവതരിപ്പിക്കും. തുടർന്ന് സമാപന ചടങ്ങും നടക്കും. കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നടന്ന പൂജകൾക്ക് കക്കാട് വാസുദേവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ശ്രീരുദ്രഹോമവും ജലധാരയും നടന്നു. മേൽശാന്തി സൗരവ് മിശ്ര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ചമകാഭിഷേകം, ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. രാത്രി NSS എരുമപ്പെട്ടി യൂണിറ്റ് അവതരിപ്പിച്ച തിരുവാതിരക്കളിയുമുണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ട്രസ്റ്റി അമ്പലപ്പാട്ട് മണികണ്ഠൻ, AM ഗോപിനാഥ്, അഡ്വക്കേറ്റ് നാരായണൻ നായർ, TR ഉണ്ണികൃഷ്ണൻ, NK ചന്ദ്രൻ, PA മുരളി, MK രമേശൻ, TM വിജയൻ എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് തിരുവളയന്നൂർ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ പുലർച്ചെ വിശേഷാൽ പൂജകൾ, വൈകിട്ട് ദീപാരാധന, തായമ്പക, രാത്രി വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടായി. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭാരവാഹികൾ നേതൃത്വം നൽകി. മണത്തല വിശ്വനാഥ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി കൊടിയേറ്റം നിർവഹിച്ചു. മാർച്ച് 7-നാണ് ഉത്സവാഘോഷം. മേൽശാന്തി MK ശിവാനന്ദൻ, ബിജു ശാന്തി എന്നിവർ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വർണ്ണമഴയും ഉണ്ടായി. രാത്രി 8:30-ന് തിരുവാതിരക്കളി, നൃത്തം തുടങ്ങിയ പരിപാടികൾ അരങ്ങേറി. ഉത്സവം വരെയുള്ള 10 ദിവസവും രാവിലെ ചുറ്റുവിളക്കും പൂജയും വൈകിട്ട് 7 മുതൽ വിവിധ കലാപരിപാടികളും ഉണ്ടാകും. പ്രസിഡന്റ് K പ്രധാൻ, സെക്രട്ടറി KR രമേശ്, ക്ഷേത്രം ട്രഷറർ AA ജയകുമാർ, ഭാരവാഹികളായ KS അനിൽ, NG പ്രവീൺകുമാർ, VR മുരളീധരൻ, AS രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകും. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ഐക്യദാർഢ്യ സദസ്സുകളും സർക്കാരിനെതിരെ പ്രതിഷേധവും സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കുലർ കത്തിച്ച് സമരം നടത്തി. നഗരസഭാ ഓഫീസിന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് OKR മണികണ്ഠന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമരാഗ്നി നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. പൂക്കോട് മണ്ഡലം പ്രസിഡന്റ് ആന്റോ തോമസ്, തൈക്കാട് മണ്ഡലം പ്രസിഡന്റ് BV ജോയ്, നേതാക്കളായ KPA റഷീദ്, CS സൂരജ്, ബാലൻ വാർനാട്ട്, സ്റ്റീഫൻ ജോസ്, രേണുക ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ഉത്തരവ് കത്തിച്ചു. പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹിയുമായ അഡ്വക്കേറ്റ് P നിവാസ് സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ TO ജോയ്, ജയൻ പാണ്ഡ്യത്ത്, സെബീന റിറ്റോ, ബ്ലോക്ക് ഭാരവാഹികളായ ജെയ്സൺ ചാക്കോ, NA നൌഷാദ്, ജസ്റ്റിൻ കൂനമുച്ചി, വത്സൻ ജോർജ്, അൽഫോൻസ ഗ്രേസൺ, ജെൻസി ജെയ്സൺ എന്നിവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പന്നിത്തടം സെന്ററിൽ നടന്ന ക്യാമ്പയിൻ സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് അധ്യക്ഷയായി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സ്മിത മുരളി, കല്യാണി S നായർ, KR രാധിക, വിജിനി ഗോപി, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സജീവ് ചാത്തനാത്ത്, മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം, യാവൂട്ടി ചിറമനേങ്ങാട് എന്നിവർ പങ്കെടുത്തു. പുന്നൂർകുളത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. കുന്നത്തൂർ പാർട്ടി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം ആൽത്തറ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം DCC ജനറൽ സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PP ബാബു അധ്യക്ഷനായി. കോൺഗ്രസ് ജില്ലാ മണ്ഡലം നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് കാട്ടകമ്പാൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തി. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു. MA അബ്ദുൾ റഷീദ്, കോൺഗ്രസ് ഭാരവാഹികളായ സോണി സക്കറിയ, NM റഫീഖ്, NK അബ്ദുൾ മജീദ്, സാംസൺ പുലിക്കോട്ടിൽ, ശശിധരൻ കണ്ടപുള്ളി, VK മുഹമ്മദ്, സുബ്രു ഐനൂർ, KM ബെന്നി, CG നായർ, സുമ ജോബ്, ഉമാദേവി തുടങ്ങിയവർ സംസാരിച്ചു.
പൂക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കോട് ഹെൽത്ത് സെന്ററിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MF ജോയ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ആൻഡോ തോമസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ TA ഷാജി, CL സാബു, പെൻഷൻ സംഘടനാ നേതാവ് ഗിരീന്ദ്രൻ കണ്ണത്ത്, INTUC റീജിയണൽ പ്രസിഡന്റ് വിമൽ, അഷറഫ്, ബഷീർ പൂക്കോട്, ഡിവൈൻ, കൗൺസിലർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം ബ്ലോക്ക് വാർഷിക സമ്മേളനവും പുസ്തക പ്രകാശനവും നടന്നു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KSFE ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ അധ്യക്ഷനായി. ചടങ്ങിൽ MK സുകുമാരൻ രചിച്ച ധർമാധർമ്മങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം റഫീഖ് അഹമ്മദ് നിർവഹിച്ചു. മേജോ ബ്രൈറ്റ് പുസ്തകം ഏറ്റുവാങ്ങി. വിശ്വഭദ്രാനന്ദ ശക്തിബോധി പുസ്തകം പരിചയപ്പെടുത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ സംഘടനാ റിപ്പോർട്ടും, ബ്ലോക്ക് സെക്രട്ടറി CG ജോബുരാജ് പ്രവർത്തന റിപ്പോർട്ടും, ബ്ലോക്ക് ട്രഷറർ PP ത്രേസ്യ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CD ലൂസി അനുശോചനവും ജോയിന്റ് സെക്രട്ടറി PK വേലു പ്രമേയങ്ങളും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KG പാറുക്കുട്ടി, ബ്ലോക്ക് രക്ഷാധികാരി PS വിഷ്ണു മാസ്റ്റർ, യൂണിറ്റ് സെക്രട്ടറിമാർ തുടങ്ങിയവർ സംസാരിച്ചു. പരസ്പര സഹകരണവും സ്നേഹവും പരസ്പരമുള്ള മനസ്സിലാക്കലും ഒക്കെ തന്നെ അതിനൊക്കെ തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് ആണെന്ന് ലോകത്തെമ്പാടും അവർക്കാണ് കൂടുതലായിട്ട് പ്രാമുഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു തരത്തിൽ നമ്മളൊക്കെ തന്നെ വളരെയധികം ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പുതിയ തലമുറയുടെ ഏറ്റവും പുതിയ തലമുറ അവരുടെ ഉള്ളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഹിംസാത്മകത, അക്രമ പ്രവണതകൾ ഓരോ ദിവസവും പത്രവും ടിവിയോ നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത്. ഒരിക്കലും പണ്ടൊക്കെ വളരെ അപൂർവത്തിൽ അപൂർവം എന്ന് വിചാരിക്കാവുന്ന ഒരു കാര്യമാണ് മകൻ അമ്മയെ കൊല്ലുക അല്ലെങ്കിൽ അച്ഛനെ കൊല്ലുക എന്നൊക്കെ പറയുന്നത്. നമുക്ക് വളരെ ഞെട്ടലോട് കൂടിയിട്ട് വളരെ അപൂർവമായിട്ട് കേൾക്കുന്ന ഒരു സംഗതി വളരെയധികം സ്വാഭാവികമായി കഴിഞ്ഞിരിക്കുകയാണ്, ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. വടക്കേക്കാട് കപ്ലിയങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം മാർച്ച് 2 മുതൽ 5 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 2-ന് നാട്ടുതാല ദിവസം വൈകിട്ട് 7 മണി മുതൽ നൃത്തനൃത്യങ്ങളും, മാർച്ച് 3-ന് അശ്വതിവേല ദിവസം രാത്രി 8 മണിക്ക് ശിവജി ഗുരുവായൂർ സംവിധാനം ചെയ്ത ചലച്ചിത്ര നടീനടന്മാർ അവതരിപ്പിക്കുന്ന ദൃശ്യവിരുന്നായ പൂമാത എന്ന നാടകവും, 4-ന് കുംഭഭരണി ദിവസം ഭഗവതിയുടെ താലമെഴുന്നള്ളിപ്പും, വിശേഷാൽ പൂജകൾക്കു ശേഷം വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന വടക്കുംവാതിൽ തുറക്കലും പട്ടും താലിയും ചാർത്തലും ഉണ്ടായിരിക്കും. പ്രശസ്തമായ തട്ടിന്മേൽക്കളിയും നടക്കും. വൈകിട്ട് തിറകയറ്റം, നാടൻ കലാരൂപങ്ങൾ, വിവിധ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി വേലകയറ്റവും ഉണ്ടായിരിക്കും. അടകുത്തി പുഴുങ്ങാൻ വന്നവരുടെ അടുപ്പിലേക്ക് മേൽശാന്തി തീപകരലും രാത്രി 7:30-ക്ക് മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കും. കാർത്തിക ദിവസമായ മാർച്ച് 5-ന് വിശേഷാൽ പൂജകൾക്കു ശേഷം അടസമർപ്പണത്തിനു മുൻപ് 8 വർഷമായി മുടങ്ങിക്കിടക്കുന്ന താഴത്തേക്കാവ് ഭഗവതിയുടെ താലമെഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. തുടർന്ന് പ്രസാദഊട്ട് നടക്കും. വടക്കുംവാതിലിൽ ഗുരുതിതർപ്പണവും, അടകുത്തി പുഴുങ്ങാൻ വന്നവരെ കോമരങ്ങൾ അരിയെറിഞ്ഞ് അയച്ചതിനുശേഷം നടയടയ്ക്കുന്നതോടുകൂടി കുംഭഭരണി മഹോത്സവത്തിന് സമാപനമാകും. ക്ഷേത്രം ട്രസ്റ്റി മണക്കുളത്തിൽ ദിവാകര രാജ, കപ്ലിയങ്ങാട് കാരണവർ ഗോവിന്ദൻകുട്ടി, ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികളായ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പ്രമോദ് കിളിയാമ്പറമ്പിൽ, സെക്രട്ടറി ധനീഷ് താമരശ്ശേരി, വൈസ് പ്രസിഡന്റ് അശോകൻ വെട്ടിശ്ശേരി, ജോയിന്റ് സെക്രട്ടറി വിജയൻ പയറ്റാംകുന്നത്ത്, ഓഫീസ് കോർഡിനേറ്റർ പ്രജീഷ് നടപ്പാട്ടിൽ, കമ്മിറ്റി മെമ്പർ PG വേലായുധൻ തുടങ്ങിയവർ അറിയിച്ചു. കണ്ടാണശ്ശേരി മ്യൂസിക് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ അനുസ്മരണവും സംഗീത സായാഹ്നവും സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് കണ്ടാണശ്ശേരി MAC കേന്ദ്രത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും. CPIM ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട MAC കുടുംബാംഗം കൂടിയായ KV അബ്ദുൽ ഖാദർ, ജോൺസൺ സ്മൃതി പുരസ്കാരം ലഭിച്ച സുരേഷ് ശങ്കർ, നടൻ കരുണൻ എന്നിവരെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തിളങ്ങിയ പ്രതിഭകളെയും ആദരിക്കും. ഭാവഗായകൻ P ജയചന്ദ്രനൊപ്പം പ്രവർത്തിച്ച കലാകാരന്മാരെ അണിനിരത്തി MAC സംഗീത കൂട്ടായ്മ ഭാവഗീതങ്ങൾ എന്ന പേരിൽ ഒരുക്കുന്ന സംഗീത സായാഹ്നം പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥൻ നയിക്കും. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച് ആരംഭിച്ച കുടുംബശ്രീ കൈവയ്ക്കാത്ത മേഖലകളിൽ നിന്ന് മുരളി പെരുന്നെല്ലി MLA. ചൂണ്ടൽ പഞ്ചായത്തിൽ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നടന്ന ബൾക്ക് ലോൺ വിതരണവും സർവീസിംഗ് ഗ്രൂപ്പിന്റെ പ്രവർത്തന ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്തു പകരുന്നതിനാണ് കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചത്. എന്നാൽ പടിപടിയായി വളർന്ന കുടുംബശ്രീയിലൂടെ സ്ത്രീകളുടെ വമ്പൻ സംരംഭങ്ങൾ തന്നെ യാഥാർത്ഥ്യമായി. വ്യത്യസ്തമായ ആശയങ്ങളിലൂടെ തല ഉയർത്തി നിൽക്കാവുന്ന നിലയിലേക്ക് സ്ത്രീകളെ കൈപ്പിടിച്ച് നടത്തിയതിൽ കുടുംബശ്രീ വഹിച്ച പങ്ക് വലുതാണെന്നും മുരളി പെരുന്നെല്ലി കൂട്ടിച്ചേർത്തു.
ഭക്ഷണം വലിയ വലിയ പരിപാടികളും ഭക്ഷണ സംവിധാനങ്ങൾ ചുണ്ടനായിട്ട് ഇവിടെ പ്രധാനപ്പെട്ട പദ്ധതി പ്രവർത്തനമാണ്. തീർച്ചയായും അത് വളരെ ഗുണകരമായ ഇതായിരുന്നു. സ്ത്രീകളെ സമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗമായി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ പ്രവർത്തിക്കുന്നത്. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഹസനുൽ ബന്ന, ജുലറ്റ് ബിനു, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ യു സലിം, തൃശൂർ ജില്ലാ വനിതാ വികസന കോർപ്പറേഷൻ കോർഡിനേറ്റർ ഷാനു പ്രസാദ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, CDS ചെയർപേഴ്സൺ ജിഷ സുനിൽകുമാർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 18 വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 17 സംരംഭക ഗ്രൂപ്പുകൾക്ക് തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനുവേണ്ടി 6% പലിശയിൽ വനിതാ വികസന കോർപ്പറേഷനിൽ നിന്നും നൽകുന്ന 1,07,67,500 രൂപയുടെ ചെക്ക് വിതരണവും ചടങ്ങിൽ നടന്നു. ചൂണ്ടൽ പഞ്ചായത്തിന്റെ സ്വന്തം സെർവിംഗ് ഗ്രൂപ്പായി പ്രവർത്തനം ആരംഭിക്കുന്ന 34 വനിതകൾക്കുള്ള യൂണിഫോം വിതരണവും ഐഡന്റിറ്റി കാർഡ് വിതരണവും നടന്നു. ചൂണ്ടൽ പഞ്ചായത്തിൽ സ്വയം തൊഴിലിന്റെ ഭാഗമായി ആഘോഷവേളകളിൽ സർവീസിംഗിലൂടെ സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ച കുടുംബശ്രീ പ്രവർത്തകരെ ചടങ്ങിൽ അനുമോദിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കറവ പശുക്കളെ വിതരണം ചെയ്തു. 12.5 ലക്ഷം രൂപ ചെലവഴിച്ച് 25 ഗുണഭോക്താക്കൾക്ക് 50,000 രൂപ വില വരുന്ന കറവ പശുക്കളെ 50% സബ്സിഡി നിരക്കിലാണ് നൽകുന്നത്. ക്ഷീര കർഷകർക്ക് വരുമാനം ഉറപ്പുവരുത്തുക, ശുദ്ധമായ പാലും പാലുൽപ്പന്നങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. വെറ്റിനറി LI ജോസ് ജോൺ പദ്ധതി വിശദീകരണവും ബോധവൽക്കരണവും നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ ടെസി ഫ്രാൻസിസ്, KR സിമി എന്നിവർ സംസാരിച്ചു. സഭാതർക്കം നിലനിൽക്കുന്ന ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയുടെ സെമിത്തേരി മറുവിഭാഗം തീയിട്ടതായി യാക്കോബായ വിഭാഗം പോലീസിലും ജില്ലാ ഭരണാധികാരികൾക്കും പരാതി നൽകി. യാക്കോബായ വിശ്വാസികൾക്ക് മരിച്ചുപോയ പരേതരുടെ കല്ലറയിൽ പോയി പ്രാർത്ഥന നടത്താൻ ജനുവരി 10 ഒറ്റപ്പാലം സബ് കളക്ടറിൽ നിന്നും 2 മാസത്തേക്ക് അനുമതി ലഭിച്ചിരുന്നുവെന്നും അനിതേ ആചരണ ദിവസമുണ്ടായ അഗ്നിബാധ ബോധപൂർവം തങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണെന്നും യാക്കോബായ വിഭാഗം നൽകിയ പരാതിയിൽ പറയുന്നു. നിലവിൽ പള്ളിയും സെമിത്തേരിയും പൂർണ്ണമായും CCTV നിരീക്ഷണത്തിലുള്ളതിനാൽ ക്യാമറ പരിശോധിച്ച് കുറ്റവാളികളെ കണ്ടെത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് പാലക്കാട് ജില്ലാ കളക്ടർ, പാലക്കാട് ജില്ലാ പോലീസ് മേധാവി, ഒറ്റപ്പാലം സബ് കളക്ടർ, ഷൊർണൂർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് എന്നിവർക്കാണ് പരാതി നൽകിയത്. തിച്ചൂർ വടമന ശിവക്ഷേത്രത്തിലെ ശുദ്ധികലശവും ശിവരാത്രി മഹോത്സവവും തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിലായി ആഘോഷിച്ചു. തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ വിശേഷൽ പൂജകളും ഭക്തിഗാന സന്ധ്യ, ഭജന എന്നിവ നടന്നു. ചൊവ്വാഴ്ച പൂജകൾക്ക് ശേഷം ശുദ്ധികലശമുണ്ടായി. രാത്രി ഓട്ടൻതുള്ളൽ അവതരണവുമുണ്ടായി. ശിവരാത്രി ദിവസം വിശേഷൽ പൂജകൾക്ക് ശേഷം സംഗീതാർച്ചന നടന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് അന്നദാനം ആരംഭിച്ചു. വൈകിട്ട് 6 പഞ്ചവാദ്യം, രാത്രി തിരുവാതിരക്കളി, ശേഷം നൃത്യങ്ങളുടെ അവതരണവുമുണ്ടായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ചക്രപാണി അയ്യർ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ 2024 ഏപ്രിൽ മുതൽ 2024 സെപ്റ്റംബർ വരെയുള്ള പ്രവർത്തനത്തിന്റെ പബ്ലിക് ഹിയറിംഗ് നടന്നു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ച യോഗം കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് റിസോഴ്സ് പേഴ്സൺ ജ്യോതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ചകളുണ്ടായി. ചൊവ്വന്നൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ അഞ്ജു P ജൂലിയസ് മറുപടി പറഞ്ഞു. ബ്ലോക്ക് മെമ്പർമാർ NK ഹരിദാസൻ, TS മണികണ്ഠൻ എന്നിവർ ഹിയറിംഗിൽ സംസാരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ മിന്റോ റിനി, ബിന്ദു മനോഹരൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ, തൊഴിലുറപ്പ് പദ്ധതി മേറ്റുമാർ, തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. തൊഴിലുറപ്പ് പദ്ധതി അക്രഡിറ്റർ എഞ്ചിനീയർ അജിത MA സ്വാഗതവും ഓവർസിയർ സുമേഷ് നന്ദിയും പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി 2024-25 ഭാഗമായി പെണ്ണാട് വിതരണം ചെയ്തു. 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 40 ഗുണഭോക്താക്കൾക്ക് 7,500 രൂപ വീതം വിലമതിക്കുന്ന 2 പെണ്ണാടുകളെ നൽകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. വെറ്റിനറി ഡോക്ടർ മനോജ് തെറ്റയിൽ പദ്ധതി വിശദീകരണവും ആടുവളർത്തലിനെക്കുറിച്ചും സംസാരിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബീന രമേശ്, LI ജോസ്,
കെ സതി എന്നിവർ സംസാരിച്ചു. ജനകീയ ഭരണസമിതിയുടെ പിന്നിട്ട 50 മാസങ്ങൾ 50 ഉദ്ഘാടനങ്ങളിലെ 14ാമത്തെ ഉദ്ഘാടനമാണിത്. എരുമപ്പെട്ടി മങ്ങാട് മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി കുതിരവേലയുടെ പറപ്പുറപ്പാട് നടന്നു. ക്ഷേത്രമേൽശാന്തി വിഘ്നേശ്വരൻ എമ്പ്രാന്തിരിയുടെ കാർമ്മികത്വത്തിൽ ചുറ്റുവിളക്ക്, ദീപാരാധന, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ഭഗവതി കോമരം ഹരിദാസ് കാഞ്ഞിരക്കോട് പറയെടുപ്പ് നടത്തി. കല്ലൂർ ഉണ്ണികൃഷ്ണൻ, ചിറക്കൽ നിധീഷ് എന്നിവർ അവതരിപ്പിച്ച ഡബിൾ തായമ്പക അരങ്ങേറി. മാർച്ച് 4-നാണ് കുംഭഭരണി കുതിരവേല ആഘോഷിക്കുന്നത്. പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് മുരളി കഴക്കൂട്ട്, സെക്രട്ടറി ബാബു വടുതല, ട്രഷറർ സുരേഷ് ഇറക്കത്ത്, ദേവസ്വം കമ്മിറ്റി പ്രസിഡന്റ് ഷാജു മങ്ങാട്, സെക്രട്ടറി വിഷ്ണു വിൽക്കുറ്റിൽ, ട്രഷറർ മനീഷ് വള്ളിക്കാട്ടിരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയുടെ 56ാം വാർഷികവും നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അച്ചീവ്മെന്റ് കരസ്ഥമാക്കിയതിന്റെ ആഘോഷവും നടന്നു. ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. നിർമ്മല പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ സാലി പോൾ അധ്യക്ഷയായി. NABH സർട്ടിഫിക്കറ്റ് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപറമ്പിൽ നിന്നും ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം ഏറ്റുവാങ്ങി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യപ്രഭാഷണം നടത്തി. ചുണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അനുമോദന പ്രഭാഷണവും ആശുപത്രി ചാപ്പൽ കപ്ലൈൻ ഫാദർ വിൻസെന്റ് ചിറക്കൽ മണവാളൻ അനുഗ്രഹ പ്രഭാഷണവും നിർവഹിച്ചു. ചുണ്ടൽ സാന്തോം ഇടവക വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TA മുഹമ്മദ് ഷാഫി, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, ഗ്രാമപഞ്ചായത്ത് അംഗം നാൻസി ആന്റണി, ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം, ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ CJ ജോസഫ്, സെന്റ് ജോസഫ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ലിസ പോൾ, നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ജസ്ന എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി ക്വാളിറ്റി അക്രഡിറ്റേഷൻ ഓഫീസർ നിഷ രമേശിനെ ചടങ്ങിൽ ആദരിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം 2025 പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ദീപശിഖ തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും ഉപയോഗിച്ച് താപമോചക പ്രവർത്തന തത്വം അടിസ്ഥാനമാക്കിയുള്ള രീതിയിലാണ് ദീപശിഖ തെളിയിച്ചത്. തൃത്താല ഉപജില്ലാ ഓഫീസർ K പ്രസാദ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ, ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ, തൃത്താല BPC K ദേവരാജൻ, അധ്യാപകരായ CV സുനിൽ, AV സുമ, ശാലിനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലുള്ള പ്രദർശനങ്ങളുമുണ്ടായിരുന്നു. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പറവകൾക്ക് സ്നേഹ തണ്ണീർക്കുടം പദ്ധതിയുടെ ബ്രോഷർ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിന് സ്വവസതിയിൽ വെച്ച് കൈമാറി. സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് N, ജില്ലാ കമ്മിറ്റി അംഗം PC തോംസൺ എന്നിവർ പങ്കെടുത്തു. പെരുമ്പിലാവ് അൻസാർ സ്കൂൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ 24ാമത് വാർഷികാഘോഷം വിസ്മയം 2K25 എന്ന പേരിൽ ആഘോഷിച്ചു. വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗാനരചയിതാവും തിരക്കഥാകൃത്തും സംവിധായകനുമായ റഷീദ് പാറയ്ക്കൽ നിർവഹിച്ചു. അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അൻസാർ ആശുപത്രി ഡയറക്ടർ K മുഹമ്മദ് കുട്ടി, സ്കൂൾ PTA പ്രസിഡന്റ് സലിം തൃത്താല എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 22 വർഷം സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന അധ്യാപിക ലത ബാലകൃഷ്ണനെ പ്രിൻസിപ്പാൾ VK ഫൗസിയ ഉപഹാരം നൽകി ആദരിച്ചു. ലത ബാലകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. പഴഞ്ഞി മാർ ബസേലിയോ സ്കൂളിന്റെ 131ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന വിളംബര ഘോഷയാത്രയോടെയാണ് ആഘോഷത്തിന് തുടക്കമായത്. പൊതുസമ്മേളനം കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോൺ ഐസക് അധ്യക്ഷനായി. ഫാദർ ആന്റണി പൗലോസ് ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MK ഹരിദാസൻ അവാർഡ് വിതരണം നിർവഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു മനോഹരൻ, വാർഡ് മെമ്പർ കുമാരി സിന്ധു, ഉമ്മർ മാസ്റ്റർ, പള്ളി ട്രസ്റ്റി സന്തോഷ് CJ, പ്രധാനാധ്യാപകൻ ജിബ്ലസ് ജോർജ് KI, PTA പ്രസിഡന്റ് ജീമോൻ ജെയിംസ്, MK ലക്ഷ്മണൻ, MPTA പ്രസിഡന്റ് ജൂബി സജി, ഫെമി വർഗീസ്, ജിൻസി P ജോസ് തുടങ്ങിയവർ സംസാരിച്ചു.
വിവിധ പരീക്ഷകളിൽ മികവ് തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികളായ അനന്തപത്മനാഭൻ, ഫിദ KB, ഇടിത്തങ്കം ഗ്ലെന്നി, ഏബൽ ബ്ലസ്കെ എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളുണ്ടായി. അധ്യാപകരായ നിസ വർഗീസ്, സിസി KT, സിംന സണ്ണി, ലിനറ്റ് ആന്റണി, സരുൺ K സൈമൺ, പോൾ K ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാടശേഖരങ്ങൾക്കുള്ള സ്പ്രെയർ വിതരണം ചെയ്തു. EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ഷക്കീല ഷമീർ, NA ബാലചന്ദ്രൻ, നിവ്യ റെനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, AA കൃഷ്ണൻ, സെബീന റിറ്റോ, TO ജോയ്, അഡ്വക്കേറ്റ് PV നിവാസ്, കൃഷി ഓഫീസർ ഗായത്രി, കൃഷി അസിസ്റ്റന്റ് അനൂപ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 4 പാടശേഖര സമിതികൾക്കായി 45,000 രൂപ ചെലവഴിച്ച് 8 സ്പെയറുകളാണ് വിതരണം ചെയ്തത്. പാടശേഖര സമിതി ഭാരവാഹികളും അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. പുന്നയൂർ ശ്രീ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. മാതൃസമിതികളുടെ നേതൃത്വത്തിൽ അഖണ്ഡനാമവും രാത്രി 8 മണിക്ക് ശേഷം നൃത്യങ്ങളും നടന്നു. പരിപാടികൾക്ക് മാതൃസമിതി പ്രസിഡന്റ് ഷീജ മോഹനൻ, സെക്രട്ടറി ചന്ദ്രിക സത്യൻ, ശാന്ത ഹരിദാസൻ, ക്ഷേത്രം പ്രസിഡന്റ് വിജയൻ കാരയിൽ, സെക്രട്ടറി ദയാനന്ദൻ മാമുള്ളി, രമേശൻ ചന്ദിരുത്തിൽ, മോഹനൻ ചിത്തറയിൽ, ബാബുരാജ്, മുകുന്ദൻ, ദിനേശൻ എന്നിവർ നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചാരമുക്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി കുടിവെള്ള പൂജ സ്ഥാപിച്ചു. ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം ട്രഷറർ ലത്തീഫ് പാലയൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി നൌഷാദ് അഹമ്മു അധ്യക്ഷത വഹിച്ചു. ഓട്ടോ ഡ്രൈവർമാർക്ക് ബോട്ടിൽ വെള്ളം വിതരണവും പറവകൾക്കായി കുടിവെള്ള പാത്രങ്ങളും സ്ഥാപിച്ചു. സജി മോസ്കോ, നൌഷാദ് നെടുംപറമ്പ്, PV മനാഫ് അങ്ങാടി, ഹംസ അമ്പലത്ത്, ഹംസ കുന്നിക്കൽ, ബാപ്പു, AK ഹംസ, രവി തുടങ്ങിയവർ സംസാരിച്ചു. ഓട്ടോ ഡ്രൈവർമാർ വാട്ടർ ബോട്ടിലുകൾ ഏറ്റുവാങ്ങി. അബ്ദുള്ള തൈക്കാട് സ്വാഗതവും AK ഹംസ നന്ദിയും പറഞ്ഞു. കുന്നംകുളം കക്കാട് ചെറുവത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടക്കൽപ്പറ, പ്രസന്ന പൂജ എന്നിവ നടന്നു. 11 മണി മുതൽ പ്രസാദ ഊട്ടുമുണ്ടായി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ലക്ഷദ്വീപ് സമർപ്പണം നടത്തി. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നൃത്യങ്ങളും അരങ്ങേറി. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ബറായിമുൽ ഖുറാൻ ആനുവൽ ഹിബ്ദ് മീറ്റ് സംഘടിപ്പിച്ചു. അൻസാർ വാല്യൂ എഡ്യൂക്കേഷൻ ഡയറക്ടർ EM മുഹമ്മദ് അമീൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഹാഫിദ് ഷാക്കിർ കോക്കൂർ മുഖ്യാതിഥിയായിരുന്നു. ഹിഫ്ദ് മത്സരത്തിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പ്രിൻസിപ്പാൾ EM ഫിറോസ്, വൈസ് പ്രിൻസിപ്പാൾ ഷൈനി ഹംസ തുടങ്ങിയവർ ട്രോഫികൾ വിതരണം ചെയ്തു. ജൂനിയർ പ്രിൻസിപ്പാൾമാരായ സലീന ഖാദർ, സാജിദ റസാഖ്, രവ്യ KR, ഷബിദ MM, ഫരീദ E മുഹമ്മദ്, ബബിത, അക്കാദമിക് കോർഡിനേറ്റർ നിമ്മി MK എന്നിവർ നേതൃത്വം നൽകി. വിപണി. കേച്ചേരിയിൽ കിരണം ഐ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. കേച്ചേരി ശങ്കര കോംപ്ലക്സ് പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗിലാണ് കിരണം ഐ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മണലൂർ നിയോജക മണ്ഡലം MLA മുരളി പെരുന്നെല്ലി നിർവഹിച്ചു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചുണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, 14 വാർഡ് മെമ്പർ VP ലീല, കേച്ചേരി ജുമാ മസ്ജിദ് ഇമാം മുസ്തഫ അലി അസാനി, പറപ്പൂക്കാവ് ദേവസ്വം പ്രസിഡന്റ് PG അജയൻ, ടോവിഷൻ ഡയറക്ടർ ഫാദർ റെവറൻ കപ്പൂച്ചിൻ തുടങ്ങിയവർ പങ്കെടുത്തു. നാൽപ്പത് പേർക്കുള്ള കിറ്റ് വിതരണം സ്ഥാപനോടമ സുലോചന കൃഷ്ണൻ നിർവഹിച്ചു. തുടർന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ, യൂണിയൻ തൊഴിലാളികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരെ ആദരിച്ചു. കിരണം ഐ ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 27 മുതൽ മാർച്ച് 10 വരെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ്. നൂതന പരിശോധനാ രീതികളും ആധുനിക സംവിധാനങ്ങളോടെയുമാണ് കിരണം ഐ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നേത്ര സംരക്ഷണത്തിന്റെ എല്ലാ പരിശോധനകളും ഇവിടെ ലഭ്യമാണ്. കിരണം ഐ ക്ലിനിക്, ശങ്കര കോംപ്ലക്സ്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, കേച്ചേരി. ഫോൺ 9895884402, 9895884405. ചെറുവത്തണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവബലി ഭക്തിസാന്ദ്രമായി. വ്യാഴാഴ്ച രാവിലെ 10 നടന്ന ചടങ്ങിൽ തന്ത്രി മഠത്തിൽ മുണ്ടയൂർ അരുൺ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. 500ഓളം അമ്മമാരുടെ വിഷ്ണു സഹസ്രനാമ ജപം, ഹരിനാമകീർത്തനം, നാമജപ പ്രദക്ഷിണം എന്നിവ ഉണ്ടായി. വന്ദേഹം മാതൃവന്ദനം എന്ന പേരിൽ നടത്തിയ സത്സംഗത്തിന് ആധ്യാത്മിക പ്രവർത്തകനും പ്രഭാഷകനുമായ പ്രസാദ് പുളിക്കൽ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടുമുണ്ടായി. വെള്ളിയാഴ്ച വൈകിട്ട് പള്ളിവേട്ട നടക്കും. ശനിയാഴ്ച ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ LP വിഭാഗം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഫ്ലേവർ ഫെസ്റ്റ് എന്ന പേരിൽ ഭക്ഷ്യമേളയും കിഡ് ഫ്ലിക്സ് എന്ന പേരിൽ ചലച്ചിത്രോത്സവവും സംഘടിപ്പിച്ചു. ഭക്ഷ്യമേളയിലൂടെ ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും. അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് മേള ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ EM ഫിറോസ്, വൈസ് പ്രിൻസിപ്പാൾ ഷൈനി ഹംസ, LP വിഭാഗം ജൂനിയർ പ്രിൻസിപ്പാൾ ഷബിത MM എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരുടെ പാചക വിഭവങ്ങളാണ് വിവിധ സ്റ്റാളുകളിൽ ഒരുക്കിയത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8010 രൂപ, പവന് 64,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 105 രൂപ. ചരമം ചൊവ്വന്നൂർ ഉദയനഗറിൽ താമസിക്കുന്ന കാക്കശ്ശേരി ജോർജ് മകൻ ഷാജു നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടക്കും. വത്സ ഭാര്യയും നിബിൻ, സിബിൻ, അബിൻ എന്നിവർ മക്കളുമാണ്. കടങ്ങോട് റൈസ് മിൽ സ്വദേശി അഡ്വക്കേറ്റ് PB വിദ്യ നിര്യാതയായി. 32 വയസ്സായിരുന്നു. അസുഖബാധിതയായി ദയ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 8 ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. പഴുന്നാന തെക്കേക്കര കുര്യാക്കോസ് ഭാര്യ റോസിലി നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം പുതുശ്ശേരി സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ബീന, ബിന്ദു, ബിജു എന്നിവർ മക്കളാണ്. കുനമുച്ചി പന്നിശ്ശേരി പൊന്നരാശ്ശേരി ഗോപാലൻ ഭാര്യ തങ്ക നിര്യാതയായി. 70 വയസ്സായിരുന്നു. സംസ്കാരം എളവള്ളി ക്രിമിറ്റോറിയത്തിൽ നടന്നു. ഗോപൻ, ഗോപിഷ, ഗോപിക, ഗോകുല എന്നിവർ മക്കളാണ്. വാഗ കുന്നത്തുള്ളി കുമാരൻ ഭാര്യ കോമള നിര്യാതയായി. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പ്രജിത, പ്രസീത, പ്രഭിത എന്നിവർ മക്കളാണ്. കോട്ടപ്പടി അങ്ങാടി പുത്തൂർ വിൽസൺ മകൾ ആൻബെല്ല നിര്യാതയായി. 23 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 കോട്ടപ്പടി സെന്റ് ലാസസ് പള്ളിയിൽ നടക്കും. ആലീസ് മാതാവും ഐറിൻ, ആൽവിൻ എന്നിവർ സഹോദരങ്ങളുമാണ്. എരുമപ്പെട്ടി കരിയന്നൂർ തേറുപറമ്പിൽ രാമന്റെ ഭാര്യ പത്മാവതി നിര്യാതയായി. 67 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. രജിത്ത്, സുജിത്ത്, രജിത എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SIയെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 1-ാം പ്രതിയെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും
അതിസാഹസികമായി പിടികൂടി. വെളിയങ്കോട് SI പടി കൊളത്തേരി വീട്ടിൽ സാദിഖിനെയാണ് ചാവക്കാട് സ്റ്റേഷനിലെ സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ ഹംദ്, റജിത്ത് എന്നിവർ ചേർന്ന് പിടികൂടിയത്. കടൽ മണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ തീരദേശ ഹർത്താൽ പൂർണ്ണം. മത്സ്യത്തൊഴിൽ മേഖലയിലും അനുബന്ധ മേഖലകളിലും പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരം വെള്ളിയാഴ്ച ഒരുക്കങ്ങൾ പൂർത്തിയായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ തലയെടുപ്പുള്ള 38 ഗജവീരന്മാർ അണിനിരക്കും. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. ചൂണ്ടൽ വെട്ടുകാട് മേഖലയിൽ കേരള വിഷൻ CCTV കേബിളുകൾ വ്യാപകമായി പൊട്ടി. ഒരാഴ്ചക്കിടെ മേഖലയിൽ കേബിൾ പൊട്ടി ഇന്റർനെറ്റ്, കേബിൾ TV സർവീസുകൾ തകരാറിലാകുന്നത് 2ാം തവണ. ചാവക്കാട് മണത്തലായിനിപ്പുള്ളിയിൽ കട കുത്തിപ്പൊളിച്ച മോഷണ ശ്രമം. കാണാങ്കോട്ട് സ്കൂളിന് സമീപത്തുള്ള ഫുഡ് പ്ലാസ എന്ന ഹോട്ടലിലാണ് കവർച്ചാശ്രമം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.